ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ സിമ്പിളായിട്ട് ഒരു മഗ്ഗിൽ ഡെക്യൂപാഷ് ടിഷ്യൂ വെച്ചിട്ടൊരു സിമ്പിൾ ആർട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. ഏറ്റവും എളുപ്പമുള്ള പെയിൻറ്റിങ്സിൽ എല്ലാത്തിലും ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യമാണ് ഈ ഡെക്യൂപാഷ് ടിഷ്യൂ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ആർട്ട്. അപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് കണ്ടാലോ. ആദ്യം ഞാനിതാ ഒരു പഴയൊരു ഗ്ലാസ്സാണ്, അത് ഞാൻ നന്നായി കഴുകി നന്നായി വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നെക്സ്റ്റ് എടുത്തേക്കുന്നത് അക്രലിക് പെയിൻ്റാണ്. അത് ഞാനൊരു സ്പോഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു കോട്ട് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതിന് യൂസ് ചെയ്യുന്നത് ഡെക്യൂപാഷിൻ്റെ ടിഷ്യൂ വാങ്ങിക്കാൻ കിട്ടും നമുക്ക്. ഇപ്പോൾ ഓൺലൈനിലായാലും കിട്ടും, നമുക്ക് നാട്ടിൽ നിന്ന് ഒക്കെ ക്രാഫ്റ്റിൻ്റെ ഷോപ്പിലൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ സ്പോഞ്ച് വെച്ചിട്ട് ഒരു കോട്ട് അക്രിലിക് പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം. ഞാൻ 1 കോട്ടാണ് അടിച്ചു കൊടുക്കുന്നുള്ളൂ, നല്ല കട്ടിക്ക് വേണം അടിച്ചു കൊടുക്കാനായിട്ട്. നമുക്ക് ഡെക്യൂപാഷ് ടിഷ്യൂ വെച്ചിട്ട് ബോട്ടിലും അതുപോലെ പഴയ പ്ലേറ്റിലും എല്ലാത്തിലും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ആർട്ടാട്ടോ. ഞാൻ ജസ്റ്റ് 2 കപ്പ് ഇവിടെ ഇരുന്നപ്പോൾ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അറിയാത്തവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ടിഷ്യൂ എടുത്തിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ബ്രഷിൽ കുറച്ച് വെള്ളം ടച്ച് ചെയ്ത് ഒന്ന് കീറി ഇങ്ങനെ എടുക്കുവാണ്. നമ്മൾ കത്രി വെച്ച് കട്ട് ചെയ്താണെന്ന് വെച്ചാൽ കറക്റ്റ് ലെവലിൽ അങ്ങ് വരും. അപ്പോൾ നമ്മൾ ബോട്ടിലിൽ ഒട്ടിക്കുമ്പോൾ അങ്ങനെ എഡ്ജൊക്കെ വല്ലാണ്ടിരിക്കും. അപ്പോൾ അതിലും നല്ലത് നമ്മളിങ്ങനെ ഇതാക്കി എടുക്കായിരിക്കും നല്ലത്. അപ്പോൾ ഇതിന് 3 ലെയർ ടിഷ്യൂ ആട്ടോ ഇത്. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വിട്ട് വരും. അതങ്ങനെ പൊളിച്ച് പയ്യെ എടുക്കുക. എന്നിട്ട് ഞാൻ ഇതിന് ഗ്ലൂ യൂസ് ചെയ്യുന്നുണ്ട്. 1 സ്പൂൺ ഗ്ലൂവും പിന്നെ അതിന് 1/2 സ്പൂൺ വെള്ളമാണ് ഞാൻ യൂസ് ചെയ്ത് മിക്സ് ചെയ്യുന്നത്. ഇത് നമ്മൾ ശരിക്കും ഡെക്യൂപാഷ് ടിഷ്യൂ വെച്ചിട്ട് ചെയ്യുമ്പോൾ മോഡ് പോച്ചാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ മോഡ് പോച്ച് എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. മോഡ് പോച്ച് ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്താൽ മതി. 1 സ്പൂൺ ഗ്ലൂവിന് 1/2 സ്പൂൺ വെള്ളമാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. അത് നന്നായി മിക്സ് ചെയ്യുക. ഓക്കെ, നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം. നമ്മൾ ടിഷ്യൂ വയ്ക്കുന്ന ഏത് ഭാഗത്താണോ അവിടെ തിന്നായിട്ട് അങ്ങ് അടിച്ചു കൊടുത്താൽ മതി. അപ്പം നമ്മൾ ഈ ടിഷ്യൂ എടുക്കുമ്പോൾ കറക്റ്റ് ലെവലിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ചുളുക്കം വരാത്ത രീതിയിൽ കറക്റ്റാക്കി ഒന്ന് വെച്ച് കൊടുക്കുക. കറക്റ്റ് ആ ലെവലിൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കൈ വെച്ച് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഭാഗം ഫേസൊക്കെ നന്നായി അപ്പം തന്നെ വെക്കുന്ന ആ സമയത്ത് തന്നെ നമ്മൾ കൈ വെച്ച് ശരിക്കും അങ്ങ് കൈ വെച്ചൊന്ന് ഇതാക്കി കൊടുക്കുക. അല്ലെങ്കിൽ അവിടെ ചുളുക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നെക്സ്റ്റ് അടുത്ത ഭാഗത്തും കൂടി കുറച്ച് നമുക്ക് ഈ ഗ്ലൂ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഭാഗവും നന്നായി തേച്ചിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. നന്നായി ഒന്ന് കൈവച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും നല്ല ടൈറ്റാക്കി വലിച്ചു പിടിക്കണം, പീറാതെ ശ്രദ്ധിക്കണം. നന്നായി പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് കൈവച്ച് ശരിക്കും ചുളുക്ക് വരരുത്. പെട്ടെന്ന് ചുളുങ്ങാൻ ചാൻസ് കൂടുതലാണ്, കാരണം തിന്നല്ലേ, അതിൻ്റെ ലെയറെല്ലാം എടുത്ത് കളഞ്ഞുകൊണ്ട് ഭയങ്കര തിന്നാണിത്. അപ്പോൾ നന്നായി പ്രസ് ചെയ്ത് കൊടുത്തോണം. ഓക്കെ, അപ്പോൾ ആ ഭാഗത്തെല്ലാം ഒട്ടിച്ചു കൊടുത്തു. ബാക്കിയുള്ള ഭാഗത്തെല്ലാം നമ്മൾ കുറച്ച് ലൈറ്റ് കളറായിട്ടുള്ള ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എല്ലാം അവിടെ ഒന്നും ജസ്റ്റ് കവറായിട്ടുണ്ട്. ചെറിയ ഭാഗത്തെല്ലാം ഒരു ഇതുണ്ട്, അവിടെ നമുക്ക് ജസ്റ്റ് പെയിൻ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഏതൊരു കളർ വെച്ച് നോക്കിയിട്ട് ഏത് കളറാണോ അതിന് മാച്ച് ചെയ്യുന്ന ആ രീതിക്ക് ജസ്റ്റ് ഒന്ന് കളർ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ നല്ല കറക്റ്റായിട്ട് ഇരുന്നോളും.
ഞാൻ യെല്ലോ കളർ എടുത്തിട്ടുണ്ട്. യെല്ലോ കളറിൻ്റെ കൂടെ കുറച്ച് വൈറ്റും കൂടി മിക്സ് ചെയ്ത് ലൈറ്റ് യെല്ലോ ആയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഗ്യാപ്പിലൊക്കെ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ സ്ക്രാച്ച് പോലെ ചെറുതായിട്ട് ഇങ്ങനെ നമ്മുടെ കപ്പിൻ്റെ കളർ കാണുന്നുണ്ട്. ആ ഭാഗത്തെല്ലാം യെല്ലോ കളർ അടിച്ചു കൊടുക്കുക. സൈഡ് ഭാഗങ്ങളെല്ലാം ഞാൻ യെല്ലോ കളർ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും ഇങ്ങനെ കളർ എന്ത് കളറാണോ ഇതിന് ചേരുന്നത് ആ ഒരു കളർ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പയ്യെ പയ്യെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇത് നമ്മൾ ഈ ഡെക്യൂപാഷ് ടിഷ്യൂ വെച്ച് ചെയ്യുന്നതാണ് നമ്മൾ ഈ ബോട്ടിൽ ആർട്ടിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു ആർട്ട്. അപ്പോൾ നമുക്ക് ബോട്ടിലാണെങ്കിലും പഴയ പൊട്ടിയ പ്ലേറ്റ് ഒക്കെ ഉണ്ടാവില്ലേ, അതുപോലെ അങ്ങനെ കുറേ സാധനങ്ങൾ, പഴയ പ്ലാസ്റ്റിക് കുപ്പികൾ, അങ്ങനെ എന്തിനു വേണമെങ്കിലും നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഡെക്യൂപാഷ് ടിഷ്യൂ വെച്ചിട്ടുള്ള ഒരു ആർട്ട്. ആർക്ക് വേണമെങ്കിലും ചെയ്ത് നോക്കാം. എല്ലാം ഞാൻ യെല്ലോ കളർ എല്ലായിടത്തും അടിച്ചു കൊടുത്തു. അപ്പോൾ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് ആ ഒരു കളർ കോമ്പിനേഷൻ വെച്ച് ഞാൻ എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഞാൻ ഈ മഗ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വാർണിഷ് അടിച്ചാൽ മതി. അപ്പോൾ പൊടിയൊന്നും പിടിക്കില്ല. അപ്പോൾ നന്നായി ചെയ്യാം. വേറെ എവിടെയെങ്കിലും ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ പെയിൻറ്റ് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഏകദേശം ചെയ്തിട്ടുണ്ട്. ഞാൻ വേറൊരു മഗും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സെയിം പോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഇത് ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒട്ടിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് കൈ വെച്ചിട്ട് ആ ഒട്ടിച്ച ഉടനെ തന്നെ നല്ല ചുളുക്ക് വരാത്ത രീതിയിൽ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. അതുപോലെ ടിഷ്യൂൻ്റെ അത് നന്നായി കളയണം. ബാക്കി വേറൊന്നും ശ്രദ്ധിക്കാനില്ല, കാരണം വേറെ പെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ഭയങ്കര ഈസി ആയിട്ട് ഏത് പാത്രത്തിലാണെങ്കിലും, പ്ലാസ്റ്റിക് പാത്രത്തിലാണെങ്കിലും, പ്ലേറ്റിലാണെങ്കിലും, പ്ലാസ്റ്റിക് കുപ്പിയിലാണെങ്കിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ആർട്ടാണ് ഈ ഡെക്യൂപാഷിൻ്റെ ആർട്ട്. അപ്പോൾ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് നന്നായി ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ താഴത്തോട്ട് പൊങ്ങി നിൽക്കുന്നതെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇപ്പം ഞാൻ ആ മോഡ് പോച്ച് ഗ്ലൂ അത് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ഒരു ലെയർ കോട്ട് അടിക്കുക. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ മീതെ ജസ്റ്റ് ഒരു കോട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കണം. മോഡ് പോച്ച് ഉണ്ടെങ്കിൽ മോഡ് പോച്ച് യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ പറഞ്ഞു പോകുന്നില്ല, നല്ല സ്റ്റിക്കായിട്ട് തന്നെ ഇരുന്നോളും. പിന്നെ നമ്മളിതെല്ലാം ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ, നന്നായി ഡ്രൈ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ മാത്രം വാർണിഷ് അടിക്കുക. അപ്പോൾ ഇതാ നമ്മുടെ 2 മഗ് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വാർണിഷ് ചെയ്യാം. നന്നായി ഉണങ്ങിയിട്ട് മാത്രമേ വാർണിഷ് അടിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ഭാഗത്തോട് ഇവിടെ ജസ്റ്റ് ഒന്ന് ഞാൻ വൈറ്റ് അക്രിലിക് പെയിൻ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.